ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡ് വരികയാണ്. അപ്പം ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ ഷാലിയുടെ മാസ്റ്റർ ഗെയിമുകളാണ് ഇനി കാണാൻ പോകുന്നത്. അത് നാട്ടിലേക്കുള്ള കാര്യത്തിനും മാത്രമല്ല വീട്ടിലേക്കുള്ള കാര്യത്തിലും ഇനി അങ്ങോട്ടേക്കുള്ള എപ്പിസോഡുകൾ അത് തന്നെ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കമൻറ്റ്സും ഷെയർസ് ലൈക്സിനും ആരും മറക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഉള്ള കാര്യം ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായുള്ള ഷാലിനിയുടെ വലിയൊരു മീറ്റിംഗ് ആണ് അകത്തേക്ക് നടക്കുന്നത്. അതായത് കളക്ട്രേറ്റിനകത്ത് നടക്കുന്നത്. ഈ സമയത്ത് പത്രക്കാർക്ക് ആർക്കും പ്രവേശനമില്ല എന്നുള്ള കർശന വാർണിംഗും കൊടുത്തിട്ട് ഷാലിനി അകത്തേക്ക് കയറുന്ന മീറ്റിങ്ങിനകത്ത് ഈ പറയുന്ന സജി സാർ ശാലിനിയാണ് എല്ലാ തെറ്റിൻ്റെയും പിറകിൽ കാരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് ശാലിനി മാഡം ഒന്ന് പത്രക്കാരന് മുന്നിൽ പറഞ്ഞ് സജി സാർ ഉൾപ്പെടെയുണ്ട് മീറ്റിങ്ങിന്. ശാലിനി സജിയോട് എന്തൊക്കെയാണ് വിവരങ്ങളും തിരക്കുമ്പോഴത്തേക്കും സജി എന്താണ് അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഈ ചൈന കോളനിക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ പ്ലാന്റെ പിറകിൽ ജനങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇടപാടായിരുന്നല്ലോ. അതിനകത്ത് ജനങ്ങളുടെ കൂടെ ജനങ്ങളായി നിന്ന് ഹരീഷാണ് ഇതിൻ്റെ പിറകിലുള്ള ചാണക്യനായി നിന്ന് കളിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അവൻ ബാലചന്ദ്രൻ്റെ ആളാണെന്നും കൂടെ പറയുമ്പോൾ ശാലിനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വന്നു. കാരണം അന്ന് കോളനി പൊളിക്കാനുണ്ടായിരുന്ന കൂട്ടത്തിനകത്ത് ഈ പറയുന്ന ഹരീഷും ബാലചന്ദ്രൻ്റെ ഒരാളായി തന്നെ ഉണ്ടായിരുന്ന കാര്യം ശാലിനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അന്ന് എന്തോ വിഷ്ണുവിൻ്റെ കാര്യത്തിനകത്തുള്ള ടെൻഷനെ എടുത്ത ആ ഒരു നടപടിയിൽ തെറ്റ് സംഭവിച്ചു പോയ കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റ് സംഭവിച്ചു എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ എന്താണ് അത് തിരുത്താതിരിക്കാൻ പറ്റുമോ? അത് തിരുത്താനായിട്ടുള്ള ശാലിനിയുടെ ഇതിനുള്ള അടുത്ത മാസ്റ്റർ ഗെയിമാണ് ശാലിനി കൊണ്ട് ഇറങ്ങുന്നത്. ഇനി അങ്ങനെ എന്താണ് കളക്ടർ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ എന്താണ് പത്രക്കാർ ശാലിനിയെ പൊതിഞ്ഞു വിടുമോ? മാഡം എന്താണ് കുട്ടികളുടെ കാര്യം സംഭവിച്ച കുറിച്ച് മാഡത്തിന് എന്താ പറയാനുള്ള മീറ്റിങ്ങിന് എന്താ? അവർ ശാലിനി ഒറ്റൊരു കാര്യം മാത്രം കാറി കയറുന്നതിന് പറയുന്നുള്ളൂ, നല്ലതേ നടക്കത്തുള്ളൂ, നല്ലത് മാത്രം നടക്കും. ഇത് കേട്ട് പത്രക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല. ഇവരെന്താ ഇതിങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് അവരവിടെ വണ്ടടിച്ച് നിൽക്കുമ്പോഴാണ് അടുത്തവിടെ നിൽക്കുന്ന ജേർണലിസ്റ്റിന് സെക്രട്ടേറിയറ്റിൽ നിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഉടൻ തന്നെ ശാലിനി വിഷ്ണു IAS കസേര എന്ന് പറയും തെറിക്കാൻ പോകുന്നുള്ള കാര്യം. സസ്പെൻഷൻ റെഡി ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ സർക്കാർ വീഴുമെന്നൊരു അവസ്ഥയ്ക്കകത്ത് ആരാണ് നിൽക്കേണ്ടത്? ഒരു കളക്ടർ കസേരയാണോ വേണ്ടത്, അതോ സർക്കാരിൻ്റെ നിലനിൽപ്പാണോ വേണ്ടത്? കാരണം കുഞ്ഞുങ്ങളല്ലേ മറുവശത്തിരിക്കുന്നത്. ആ ഒരു കാര്യം നടക്കുമ്പോൾ ആ പറയുന്ന ശാലിനി ഒന്ന് ഉടക്കിയ ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, ആ പെണ്ണ് എന്നാൽ നീ പിടിക്കുക, ഞാൻ ക്യാമറയ്ക്കകത്ത് പറയാൻ വന്നിട്ട് ചൂടോടെ തന്നെ ഈ വാർത്ത എന്താണ് ജനങ്ങളിലേക്ക് അറിയിക്കുവാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് എന്താണെന്നൊന്നും അനുപല്ലവയ്ക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ശാലിനി നേരിട്ട് ഇറങ്ങിപ്പോകുന്നത് ബാലചന്ദ്രനെ കോട്ടയെ അടിയോടെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ് ഈ കാണുന്നത്. ഈ സമയത്ത് ബാലചന്ദ്രൻ ഇതൊന്നും അറിയാതെ താൻ ജയിച്ചെന്ന മറ്റിൽ ഒരു പൊളിറ്റീഷ്യൻ്റെ ഏറ്റവും വലിയ രീതിയിലുള്ള വിജയമായി കണ്ട് താനൊരു കോടീശ്വരനാവാൻ പോകുന്നു. ഈ കോടികളും കൂടെ വന്ന ബാലചന്ദ്രൻ കൈ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന മട്ടിനകത്ത് ബാലചന്ദ്രനും ഹരീഷും എല്ലാവരും എന്താണ് ആനന്ദിച്ച് അവിടെ എന്താണ് ഭയങ്കര പാർട്ടി നടത്തി കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്നാലും ബാലേട്ട ഈ സമയത്ത് ചൈന കോളനിയിലെ ആൾക്കാർക്ക് വരുന്ന പ്രശ്നത്തിനകത്ത് ഇതിനകത്ത് ബാലേട്ടൻ എന്താ ലാഭമോ? എനിക്കിനി അങ്ങോട്ടേക്ക് ലാഭം അല്ലേടാ ഉള്ളത്. ഒന്ന്, എൻ്റെ പൊളിറ്റിക്കൽ ഇമേജ് അവളെന്താണ് എന്നെ വെറും ചെറ്റാക്കിക്കൊണ്ടല്ലേ അന്ന് അവിടെ കോളനിക്കാരുടെ മുന്നേ അവൾ ഷൈൻ ചെയ്ത്. ഇന്ന് തന്നെ കോളനിക്കാർ പോലും അവളുടെ കൂടെ നിൽക്കുന്നില്ല. കാരണമേ അവിടെ മറിഞ്ഞു വീണിരിക്കുന്ന അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളാണ്. അവർ വരെ ഇവളെ ആട്ടിപ്പാച്ചി ഇറക്കും. ഇതിൻ്റെയൊക്കെ പിറകിൽ എൻ്റെ ഇമേജ് അവൾ തകർത്ത ഇമേജ് തിരിച്ചെനിക്ക് കിട്ടും. അത് കൂടാതെ എനിക്കിതിൽ വലിയൊരു നേട്ടം, ചൈന കോളനി ഒഴിപ്പിക്കാൻ പോയപ്പോഴല്ലേ അവൾ സ്റ്റാറായത്. അതിന് അങ്ങ് പൊളിച്ചടുക്കിയിട്ടുള്ള കാര്യം. അവൻ ബാലേട്ട അവൻ ചൈന കോളനിയുള്ള ആൾക്കാരൊക്കെ എവിടെ പോകുന്ന ഹരീഷിന് ഒരു ചോദ്യം. കാരണം അവർ കൂട്ടത്തിൽ തന്നെ നിന്ന് അവർ ചതിക്കുന്ന ഈ ഒരു കറുത്ത ആടിൻ്റെ ആ ഒരു ചോദ്യത്തിൽ ബാലേന്ദ്രൻ കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്. എടാ ഇവിടെ അല്ലേടാ ഈ ബംഗ്ലാവിലല്ലേടാ മുറികളൊക്കെ ഫ്രീ ആയിട്ട് ഇടുന്നത്, ഇവിടെ വന്ന് താമസിക്കട്ടെ എല്ലാവരും കൂടെ. എന്നിട്ട് ബാലേന്ദ്രൻ ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട്. അതായത് സുന്ദരികൾക്ക് മാത്രം പ്രവേശനം എന്ന് പറയുമ്പം അത് കേട്ട് പോലും ആ നീചന്മാരിന്ന് പരസ്പരം തമ്മിൽ കേട്ടെന്ന് ചിരിക്കുവാണ്. ഇതൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നെങ്കിലും പുറത്തേക്ക് ശാലിത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഈ ശാലിയുടെ ആ ന്യൂസൊക്കെ എന്താണ് ഫോണിങ്ങനെ കണ്ട് രസിച്ച് അവിടെ ഇരിക്കുവാണ് കുറ്റിയും പറിച്ച്. ഈ സമയത്ത് കറക്റ്റ് ശാലിനിയുടെ എൻട്രി പുറത്തേക്ക് വന്നപ്പോൾ ശാലിനിയെ കടത്തിവിടാൻ പറ്റത്തില്ല എന്ന് ഇവൻ്റെ വക ഭയങ്കര വാക്കുവാദം. അനുപല പറയുന്നു, എടോ മാറടോ, ജില്ലാ കളക്ടറാണ്. ഓ ഇവരുടെ കാര്യമല്ലേ ഇത് ആരാന്നറിയാമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവരുടെ കാര്യമാണെങ്കിൽ എനിക്ക് ഒരു മൈൻഡില്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവരുടെ കസേര തെറിക്കും. പിന്നെ പദവിയില്ലാത്ത ഇവരോട് ആർക്ക് വില ഇരിക്കാൻ ഇവർ പറഞ്ഞ പട്ടി പോലും ഇവിടെ വാതിൽ തുറക്കില്ല. ബാലചന്ദ്രൻ പറയാതെ ഇവിടുന്ന് ആരെ അകത്തേക്ക് കയറി വിടാൻ പാടില്ലെന്ന് ബാലചന്ദ്രൻ സാറിൻ്റെ വലിയൊരു ഓർഡർ ഉണ്ട്. ഞാൻ അതേ പാലിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും എന്താണ്, എടോ മജിസ്ട്രേറ്റ് കൂടിയാണ് അവിടെ നിൽക്കുന്നത്, നീ പറയുന്ന കേട്ടില്ലെങ്കിലും ഉണ്ടല്ലോ തനിക്ക് എന്ത് പ്രശ്നം വരും, എന്ത് പ്രശ്നം വന്നാലും സാരമില്ല മാഡം, ഞാൻ ഇവരെക്കുറിച്ച് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പറയുമ്പം വാറണ്ടുണ്ടോ എന്ന് കൈ ചോദിക്കുമ്പോഴത്തേക്കും ശാലിനി ഇവനെ അടിക്കാനായിട്ട് തന്നെ വരുവാണ്. പക്ഷേ ശാലിനി അടിക്കുന്നതിന് മുന്നേ തന്നെ ശാലിനി മോളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവർ ചേട്ടനുണ്ടല്ലോ വന്നിട്ട് ഇവൻ്റെ ചെവിക്കല്ലിട്ട് ഒരെണ്ണം കൊടുക്കുവാണ്. അത് മറ്റൊരു കാരണം കൊണ്ട് കൊടുക്കുമല്ല, ഇവൻ്റെ അഹങ്കാരത്തിന് ശാലിനിയുടെ പോലത്തെ വ്യക്തിയുടെ നല്ല കൈ
പോലെ മനസ്സ് ശരീരമെല്ലാം ചീത്തയാവിൻ്റെ പുറത്ത് വീണ അഴുക്കാകണം. എന്നിട്ട് മോളെ എനിക്കും മക്കളുള്ളതാ, അതുകൊണ്ട് ഇന്നത്തെ വാർത്തയുടെ പ്രാധാന്യമൊക്കെ എനിക്കറിയാം. ഇവൻ്റെ കൈ അടിച്ച് മോളുടെ കൈ അഴുക്കാകണ്ട. എന്നിട്ട് നേരെ ഇങ്ങനെ ഒരു അടി കൊടുക്കുമ്പോഴത്തേക്ക് അവൻ എന്താണ് പേടിച്ച് വെച്ചാൽ ലാസ്റ്റ് ഗേറ്റ് തുറക്കടാ ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഗേറ്റ് തുറക്കുന്നതും ഷാലിനിയും അതുപോലെ തന്നെ ഡ്രൈവറും എല്ലാവരുടെ അകത്ത് കയറുമ്പം അനുവിൽ പറഞ്ഞു, മാഡം പോലീസിനെ വിളിക്കാനുള്ളതെന്ന്. പോലീസ് നമ്മുടെ മുന്നിലല്ല വരേണ്ടത്, പോലീസ് നമ്മുടെ പിറകെയാണ് വരേണ്ടത് എന്ന് പറഞ്ഞ് ഷാലിനി എന്താണ് അകത്തേക്ക് ഒരു എൻട്രി കൊടുക്കുകയാണ്. ഈ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഷാലിയുടെ ഇമേജൊക്കെ പൊട്ടി, പോരാത്തതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിൻ്റെ പിറകിലൊന്നും ഞാനല്ലടാ, ഇതിൻ്റെ പിറകിലൊക്കെ ഒരു ബുദ്ധിരാക്ഷസൻ, ഒരു ചാണക്യൻ്റെ ബുദ്ധിയുണ്ട്, ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത അമിത് ഗ്രൂപ്പിൻ്റെ വലിയ തലവനായ അമിത് ഭട്ടാടിയ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ. അങ്ങേർക്ക് ആരോട് സ്ഥായിയായ ശത്രുതയൊന്നുമില്ല, പക്ഷേ അങ്ങേരുടെ ഉദ്ദേശങ്ങൾക്കെതിരെ ആരെങ്കിലും വന്നാൽ പിന്നെ കടുത്ത ശത്രുത തന്നെയായിരിക്കും. അത് തന്നെയാണ് അങ്ങേര് ഇവിടെയും കാണിക്കുന്നത്. ശാലിനിയാണല്ലോ അയാളുടെ വലിയൊരു ഭീമൻ പ്രോജക്റ്റായിട്ടുള്ള ചൈന കോളനി വെട്ടി വീഴ്ത്തുക എന്നുള്ള പരിപാടിക്ക് എതിരെ നിന്നത്. ഇത് ശാലിനി ചോദിച്ച് മേടിച്ച പണിയാണ്. അതോട് ശാലിനിയുടെ സ്ഥലം മാറ്റം കൂടാകുമ്പം ഈ കളിക്ക് ഇനി രസം കൂടാൻ പോവല്ലേ. ഇത്രയും വലിയ ബമ്പറാകുമ്പോഴത്തേക്കും നല്ലതുപോലെ തടയുമല്ലോ. എടാ ഇനി നീയൊക്കെ രാജാവല്ലേ, ഞങ്ങൾ രാജാവെന്ന് ബാലേട്ടൻ്റെ കയ്യിൽ നല്ലപോലെ ഉണ്ടാവുമല്ലോ. എടാ ഈ കളി വന്ന കോടികളോടെ ബാലന്തിനെ പിന്നെ കൈ പിടിച്ചാൽ കിട്ടത്തില്ല, അത്രയ്ക്കാണ് എൻ്റെ ഇനി ഉയർച്ച എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേറൊരുത്തം പറയുന്നുണ്ട്, ഇനിയിപ്പം ചില്ലറ ചിലവൊന്നും പോരാ, ഈ ചിലവിലൊന്നും ഒതുക്കാമല്ല, വലിയൊരു ചിലവാണ്. എടാ ഇന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിരിക്കും, അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് ശാലിനിയുടെ എൻട്രി. അപ്പോഴത്തേക്കും എന്താ ബാലേട്ട അവിടെ ഒരു പെണ്ണ് വരുന്നത്. കാരണം ശാലിനിയെ നേരിട്ട് കാണുന്നത് ഷാലിനെ എന്താണ് ഒരു നിഴൽ പോലും മറവ് മാത്രമാണ്. എടാ അവളെ ഇങ്ങോട്ട് കയറി വരാൻ പറ, നിങ്ങൾക്ക് വേണ്ടി ഉള്ളവൾ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹരീഷ് എന്താണ് പോയി വിളിക്കും, എടി ഇങ്ങോട്ട് കയറി വാ, ആരാ ശാന്തയാണോ അവളാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശാലിനി ഒന്നും മിണ്ടുന്നില്ല. ഹരീഷ് കാണുമ്പോഴത്തേക്കും ശാലിനി മാഡം എന്താ നിനക്ക് പാർട്ടിക്ക് നീയും കൂടെ കൂടുതൽ ഹരീഷൻ ചോദിക്കുമ്പം ഹരീഷ് പേടിച്ച് നിൽക്കുകയാണ്. മൊത്തം ബാലചന്ദ്രൻ്റെ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ബാലചന്ദ്രൻ പറഞ്ഞു വെച്ച വല്ലവന്മാരായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. കാരണം സെക്യൂരിറ്റി താൻ പറയാത്ത ആരെയും ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല, അത്ര മിടുക്കനാന്നുള്ള വിശ്വാസമല്ലേ. ഈ സമയത്ത് ശാലിനിയാണെന്നറിയാത്ത ബാലചന്ദ്രൻ്റെ മുന്നിലേക്ക് ശാലിനി വരുന്നത് ബാലചന്ദ്രൻ വെളറി വെളുക്കുവാണ്. കാരണം ശാലിനിയോ ഇങ്ങോട്ടേക്കോ അവൻ എങ്ങനെ കേട്ടിട്ടെന്ന് കാണുമ്പോഴത്തേക്കും ശാലിനി പറയോ കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം നീ എന്നെ കളിയാക്കുമെന്നോ? ഞാനിതിനെ കളിയാക്കുന്നു. താൻ പറഞ്ഞല്ലേ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്, അത് ജയിക്കുന്ന വ്യക്തി ഒരാൾ ജയിക്കുമ്പോൾ മറ്റൊരാൾ തോക്കും. അപ്പം താനാ ജയിച്ചത്, അപ്പം തനിക്കുള്ള കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. അപ്പം നീ കാര്യമായിട്ട് തന്നെ പറയുന്നു. കാരണം ശാലിനിയുടെ എല്ലാ ഒരു പറച്ചിലെന്ന് പറയുന്നത് ഇവരുടെ കൂടെ ശാലിനി ടീമപ്പ് ആവാൻ വന്ന് ഇവരിൽ ഒരാളാകാൻ പോകുന്ന പോലെയാണ് ശാലിനി സംസാരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ അവിടെ സൈഡിൽ നിന്നൊരു ക്യാമറയ്ക്കകത്ത് ഈ ശാലിനി ഇവിടെ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ആരോ ക്യാമറയ്ക്കകത്ത് പകർത്തുന്നുണ്ട്. പകർത്തുന്ന വ്യക്തി ഇനി ഷാനിയുടെ തന്നെ വ്യക്തിയാണോ അതോ ആ ജേർണലിസ്റ്റ് പെണ്ണ് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് പകർത്തുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ സമയത്ത് ഷാനി പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ കമ്പനി കൂടാൻ വന്നല്ലേ ബാലേന്ദ്ര, ഞാനും കൂടെ അങ്ങോട്ടേക്ക് ഇരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹരീഷ് അയ്യോ മാഡം ഞങ്ങളുടെ കൂടെ കൂടാനോ? ബാലേട്ടാ ഇനി ആലോചിക്കണേ, ജില്ലാ കളക്ടർ നമ്മുടെ കൂടെ കൂടുന്നു പറഞ്ഞാൽ അതിൽ പരം വില നമുക്ക് വല്ല ഉണ്ടോ? അപ്പോഴത്തേക്കും എന്താണ് അവിടെ നിൽക്കുന്നവൻ ആ ശാലിനിക്കിരിയോളം കസേരയ്ക്ക് അങ്ങ് തുടച്ചിട്ട് മാഡം ഇരുന്നാട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി എന്താണ് ബാലചന്ദ്രനോ ഡിഗ്രി സംസാരിക്കാതിരിക്കുന്ന പോലെ ഇരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ശാലിനി കൊടുക്കാൻ പോകുന്ന ബാലചന്ദ്രൻ ഇന്ന് വരെ ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും കാണാത്ത പാരയും പണിയാണ് ശാലിനി അങ്ങോട്ടേക്ക് പണിയാൻ നിൽക്കുന്നുള്ളതാണ് ഇനി വരുന്ന എപ്പിസോഡിന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവരും കാണുമോ? ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട. ബൈ.